നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. വളരെ വിഷമകരമായൊരു വാർത്ത കാണുകയും അതിനെ തുടർന്ന് മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയും അതിലെ റീച്ചും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത, കാസർഗോഡ് ഒരു ഇൻഫ്ലുവൻസർ ജീവനൊടുക്കി എന്ന വാർത്ത പുറത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത വന്ന ഫേസ്ബുക്ക് പേജുകളിൽ, അതായത് പ്രമുഖ ചാനലുകളുടെ ഫേസ്ബുക്ക് പേജുകളിൽ കുറേ ആളുകളുടെ കമൻറ്റ് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ഒരു മരണ വാർത്തയോട് പ്രതികരിക്കുന്ന രീതിയാണ്. ഇൻഫ്ലുവൻസിങ് അറ്റ് ഇറ്റ്സ് പീക്ക് ഒരാളുടെ കമൻറ്റാണ്. പിന്നെ ഇൻഫ്ലുവൻസർ എന്ന വാക്ക് തന്നെ എടുത്ത് കളയണം. പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയ രക്ഷപ്പെട്ടു, ഒരാൾ മരണപ്പെട്ട വാർത്തയുടെ താഴെയാണ് ഈ കമൻ്റ് എന്ന കാര്യം നോക്കണം. പിന്നെ മറ്റൊരു കമൻ്റായിട്ട് വരുന്നത്, വല്ലാത്ത ജാതി ഇൻഫ്ലുവൻസ് തന്നെ, 2-4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിട്ടും കാശിനും പ്രശസ്തിക്കും അപ്പുറം ജീവിതം വട്ടപൂജ്യം, പേഴ്സണൽ ലൈഫില്ലാതെ എന്തോന്ന് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ്. ഇനിയും കുറേ അപരാധികൾ ബാക്കിയുണ്ടല്ലോ ഒരാളുടെ മരണത്തിന് താഴെ ഇട്ട കമൻ്റാണെന്ന് നോക്കണം. പിന്നെ മറ്റൊരാൾ കമൻ്റ് ഇടുന്നത് നോക്കുക. തീർച്ചയായിട്ടും ജീവിതം മടുത്തവരെല്ലാം മീഡിയ ഇൻഫ്ലുവൻസർ ആയാലുള്ള അവസ്ഥ ഇതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ എന്തൊക്കെയോ ഫ്രസ്ട്രേഷനൊക്കെ അങ്ങ് എഴുതി തീർക്കുന്ന കുറേ ആളുകൾ. ഇതിപ്പം ഞാൻ ഈ വായിച്ച ചാനൽ കൂടാതെ ഇപ്പോൾ 24 ന്യൂസ് മലയാളം 24/7 അതിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ കൂടി നമ്മളൊന്ന് നോക്കുകയാണ്. എല്ലാ ചാനലിലും ഇങ്ങനെയൊക്കെയാണ് ആളുകൾ കമൻ്റ് ഇടുന്നത്. ഡസൻ മാറ്റർ, ഒരാളുടെ മരണത്തിലുള്ള പ്രതികരണമാണ് മരണ വാർത്തയുടെ താഴെ. പിന്നെ സ്വന്തം ഇഷ്ടത്തിന് ജീവനൊടുക്കിയതിന് മറ്റുള്ളവർ എന്ത് ചെയ്യണം. പിന്നെ പല ഇൻഫ്ലുവൻസർമാരുടെയും വ്യക്തി ജീവിതം കുത്തഴിഞ്ഞതാണ്, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ നെഗറ്റീവായിട്ട് കുറേ കമൻറ്റുകൾ. വേറൊരാൾ പേരാണ് കിടു, ഇൻഫ്ലുവൻസർ. പിന്നെ ആത്മഹത്യയുടെ ഇൻഫ്ലുവൻസർ ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മരണവാർത്തയുടെ താഴെയാണ് ഇൻഫ്ലുവൻസറായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കമൻറ്റുകൾ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. മീഡിയയും ഇൻഫ്ലുവൻസർ എന്നുള്ളത് ആ രൂപത്തിലെടുത്ത് പ്രയോഗിച്ച് ചില ശ്രമങ്ങൾ നടത്തുന്നതും നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ ഈ ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. നമ്മളുമായിട്ടൊരു ബന്ധവുമില്ലാത്ത, നമ്മളോട് ഒരു പ്രശ്നവും ചെയ്യാത്ത ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അതിന് താഴെ വന്ന് ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്നവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ഇൻഫ്ലുവൻസേഴ്സിനോട് ഇത്തരത്തിലുള്ള വിദ്വേഷമൊക്കെ ആളുകൾ വെച്ച് പുലർത്തുന്നത്? അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. ഇത് എൻ്റെ മാത്രം തോന്നലാവും, ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഞാനതൊന്ന് നോട്ട് ചെയ്ത് വെച്ച്, നമ്മൾ സംസാരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കാടും പടലും തല്ലാതെ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈസി മണി എന്നൊരു ഫീലിംഗ് പലർക്കും ഉണ്ട്. വെറുതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ ലക്ഷങ്ങളൊക്കെ കിട്ടും, അപ്പം അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നവരാണ് എന്ന തരത്തിൽ ഒരു അസൂയയും തെറ്റിദ്ധാരണയും ഒക്കെ പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ കമൻറ്റ് വരാറുണ്ട്, വലിയ പണിയൊന്നുമില്ലല്ലോ, വെറുതെ കുറേ ക്യാഷ് കിട്ടുന്നല്ലേ എന്ന തരത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിനോട് എന്തോ ഒരു വിദ്വേഷം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള അധ്വാനം എന്താണ് എന്നുള്ളത് അത് ചെയ്തു നോക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ ഡിറ്റാച്ച്മെൻ്റാണ്. അതായത് സ്ക്രീനിലുള്ളതും എന്നെപ്പോലെ തന്നെ രക്തവും മാംസവും ഒക്കെ ഉള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് ആ തരത്തിൽ ഇടപെടുകയുള്ളൂ. ഇത് അതിന് പകരം ഒരു പ്രൊഫൈൽ പിക്ചറും വെച്ച് ഒളിഞ്ഞിരുന്ന് കുറേ കമൻ്റ് അങ്ങ് എഴുതി വിട്ട് മനസ്സിലുള്ള വൈകൃതം മുഴുവനും എഴുതി പിടിപ്പിക്കുകയാണ് കുറേ ആളുകൾ. പിന്നെ കുറേയൊക്കെ ജീവിതശൈലിയോടുള്ളൊരു എതിർപ്പുണ്ട്, ചില വിയോജിപ്പ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ജീവിതശൈലിയോടുള്ള വിയോജിപ്പ്. പക്ഷേ അത് റിയൽ ലൈഫും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു വീഡിയോയിൽ ഒരു പക്ഷേ അയാളുടെ ജീവിതത്തിൽ നല്ല ഭാഗം മാത്രമേ കാണിക്കുന്നുണ്ടാവുള്ളൂ. അതേസമയം അയാളുടെ ജീവിതത്തിൽ അയാൾ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും.
അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കാണിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് അയാളുടെ ജീവിതം അങ്ങനെയാണ്, അയാൾ ഇത്രയും ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ക്യാഷ് ഉണ്ടാക്കുന്നവരോട് എന്തൊക്കെയോ ഒരു എതിർപ്പോ ഒക്കെയുള്ള പോലെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു ജഡ്ജ്മെൻ്റൽ മൈൻഡ് സെറ്റ് കുറേ ആളുകൾക്കുണ്ടെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരൊക്കെ പറയുന്നത് ഇവർ ഇൻഫ്ലുവൻസേഴ്സ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു, അങ്ങനെ കമൻ്റൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഇൻഫ്ലുവൻസേഴ്സ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു, ഇങ്ങനെ മുൻവിധിയോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ കുറേയൊക്കെ ചില ആളുകളൊക്കെ ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും നല്ല ആളുകളും മോശം ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ അതിനാ അർത്ഥത്തിലാണ് കാണേണ്ടത്. നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നവരാണ് ഈ ആളുകളൊക്കെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ. അതുകൊണ്ട് ഒരു മരണവാർത്ത കാണുമ്പോൾ എങ്കിലും നമ്മൾ മാന്യമായിട്ട് പ്രതികരിക്കുന്നതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അല്ലാതെ അയാൾ ചെയ്യുന്ന ജോലി ഇന്നതായതുകൊണ്ട് അയാളതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ട ആളാണ് എന്ന് കരുതാതിരിക്കുക. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്ത് എഴുതി പിടിപ്പിക്കുക, അത് സോഷ്യൽ മീഡിയ അല്ലേ, നിങ്ങളതിൽ പ്രസൻസ് ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനുള്ള ഒരു അവകാശം ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. അവനവൻ്റെ നിലവാരമാണ് ഈ കമൻറ്റുകളിലൂടെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്നാവും. ഏതായാലും മരണപ്പെട്ട ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് ആദരാഞ്ജലികൾ. പിന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊരുതി മുന്നോട്ട് പോവുക, അതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഒരു നെഗറ്റീവ് വൈബിൽ കാര്യങ്ങൾ എടുക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ എടുക്കുക. എന്നാലും ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി, ഇങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടപ്പോൾ. എവിടേക്കാണ്, എന്തൊക്കെയാണ് ആൾക്കാർ ഇത്തരം വിഷയങ്ങളിൽ പോലും ചിന്തിക്കുന്നതെന്നും എഴുതി കൂട്ടുന്നതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യകരമായ മാന്യമായിട്ടുള്ള ചർച്ചകളും കൊണ്ട് മുന്നോട്ട് പോകണം. അടുത്തൊരു അധ്യായമായിട്ട് നമുക്ക് റാഫ് ഡയറിയിൽ വീണ്ടും കാണാം.